മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അജ്ഞാതവാസത്തിനായി പുറപ്പെടുകയാണ് പാണ്ഡവർ. വൈശമ്പായന മഹർഷി ജനമേജയ മഹാരാജാവിനോട് മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ്. അനുജന്മാരോടും ദ്രൗപദിയോടും അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷം ധർമ്മപുത്രർ ദൗമ്യ മഹർഷിയോടായി ഇങ്ങനെ പറഞ്ഞു: സേവകന്മാരോടും പാചകക്കാരോടും കൂടി അങ്ങ് ദ്രുപദ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോവണം. ഞങ്ങൾ അജ്ഞാതവാസത്തിനായി ഇറങ്ങുകയാണ്. അവിടെ ചെന്ന് അഗ്നിഹോത്രത്തെ രക്ഷിക്കണം. ഇന്ദ്രസേനൻ അടക്കമുള്ള സാരഥിമാരും സേവകന്മാരും ഇനി ദ്വാരകയിലേക്ക് ഒഴിഞ്ഞ രഥങ്ങളുമായി മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. ദ്രൗപദിയോടൊപ്പം നടന്ന ദാസിമാരും മറ്റു സ്ത്രീകളും പാഞ്ചാലദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. ആരൊരാൾ ചോദിച്ചാലും പാണ്ഡവരെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അവർ ഞങ്ങളെ ദ്വൈതവനത്തിൽ വിട്ടിട്ട് എങ്ങോ പോയി എന്നേ പറയാവൂ എന്ന് ധർമ്മപുത്രർ ഇവരോടെല്ലാം പറഞ്ഞു. മത്സ്യരാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ രാജാവിനോടും മറ്റ് ദ്വാരപാലകരോടും എങ്ങനെ പെരുമാറണമെന്ന് ദൗമ്യ മഹർഷി ധർമ്മപുത്രരെ ഉപദേശിച്ചു. സംയമശീലത്തോടെ പെരുമാറി ഈ ഒരു വർഷം നിങ്ങൾ കഴിച്ചുകൂട്ടണമെന്നും ദൗമ്യ മഹർഷി ഉപദേശിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞത് കേട്ട് ദൗമ്യ മഹർഷി യാത്രാരംഭത്തിൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു. പിന്നീട് പാഞ്ചാല രാജ്യത്തേക്ക് ദൗമ്യ മഹർഷി തിരിച്ചുപോയി. പാണ്ഡവർ മത്സ്യരാജ്യത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കുറേയധികം യാത്ര ചെയ്ത് ക്ഷീണിച്ച് പാണ്ഡവർ മത്സ്യരാജ്യത്തേക്ക് എത്തിച്ചേർന്നു. അതിനു മുമ്പ് അവരുടെ അമ്പും വില്ലും മറ്റായുധങ്ങളും ഒരു മരപ്പൊത്തിൽ കെട്ടിവെക്കാൻ തീരുമാനിച്ചു. ലോകപ്രശസ്തമായ വലിയ ഗാണ്ഡീവം അത് ആളുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വനവാസത്തിന് പോകേണ്ടി വരും. അതുകൊണ്ട് അത് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അർജുനൻ പറഞ്ഞു: ജ്യേഷ്ഠ, ശ്മശാനത്തിനടുത്തൊരു വലിയ മരമുണ്ട്, ശമീവൃക്ഷം. അതിൻ്റെ മുകളിൽ ആരും കയറുകയുമില്ല. അതിനുള്ളിൽ ഭദ്രമായി നമ്മുടെ ആയുധങ്ങൾ കെട്ടിവെക്കാം. ആ മരത്തിൽ വീരനായ നകുലൻ കയറുകയും ആയുധങ്ങളെല്ലാം കെട്ടിവെക്കുകയും ചെയ്തു. ഒരു മൃതശരീരത്തെ അവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി. ആരും ആ മൃതശരീരത്തിൻ്റെ ദുർഗന്ധം കൊണ്ട് അടുക്കുകയില്ലല്ലോ. ഭുവനേശ്വരിയായ ദുർഗാദേവിയെ യുധിഷ്ഠിരൻ സ്മരിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് യുധിഷ്ഠിരനെ വേണ്ട വരം നൽകി അപ്രത്യക്ഷയായി. അനന്തരം പാണ്ഡവർ വിരാട മഹാരാജാവിൻ്റെ അടുത്തെത്തി. വേഷം മാറി അവരവിടെ എത്തിച്ചേർന്നു. വസ്ത്രത്തില് പകിടകൾ കെട്ടിപ്പൊതിഞ്ഞ് എടുത്തുകൊണ്ട് യുധിഷ്ഠിരൻ ആദ്യം വിരാട രാജസഭയിൽ പ്രവേശിച്ചു. അദ്ദേഹം രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: രാജാവേ, സർവസ്വവും കൊള്ളയടിക്കപ്പെട്ട ഒരു ബ്രാഹ്മണനാണ് ഞാൻ. ഉപജീവനത്തിനു വേണ്ടി അങ്ങയുടെ മുൻപിൽ വന്നതാണ്. എൻ്റെ പേര് കുങ്കൻ എന്നാണ്. ഇത് കേട്ട് മനസ്സലിഞ്ഞ രാജാവ് കുങ്കനെ സ്വീകരിച്ചു. അതിനുശേഷം പേരെന്താണ്, ഏത് ഗോത്രത്തിൽ ജനിച്ചു, ഏത് കലാവിദ്യയാണ് കൈവശമുള്ളത് എന്നീ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പകിടകളിയിൽ താല്പര്യമുള്ള രാജാവിന് കുങ്കനെ നന്നായി ഇഷ്ടപ്പെട്ടു. സിംഹവിക്രമനായ ഭീമന്റെ ഊഴമാണ് അടുത്തത്. പാചകകലയിൽ കഴിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭയിൽ ഭീമൻ എത്തി. വല്ലഭൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. നിങ്ങളെ കണ്ടിട്ട് ഒരു പാചകക്കാരനെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശരിക്കും ആരാണെന്നൊക്കെ രാജാവ് ചോദിച്ചുപോയി. ഞാനൊരു പാചകക്കാരൻ തന്നെയാണെന്ന് വിശ്വസിച്ചാലും യുധിഷ്ഠിര മഹാരാജാവിന്റെ അടുത്ത് ഞാൻ പാചക ജോലി ചെയ്തിട്ടുണ്ട്. സിംഹങ്ങളോടും ആനകളോടുമൊക്കെ ഞാൻ മല്ലടിക്കും. അങ്ങേക്ക് അത് കണ്ട് രസിക്കാമല്ലോ. വല്ലവൻ വിരാട മഹാരാജാവിനോട് തമാശയായി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭീമൻ പ്രധാന പാചകശാലയിലെ പാചകക്കാരനായി ചേർന്നു. നഗരത്തിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ദ്രൗപദിയെ സുദേഷ്ണ എന്ന വിരാട മഹാരാജാവിന്റെ പത്നി കണ്ടു. ഹോ, എന്തൊരു സൗന്ദര്യമാണ് ആ കുട്ടിക്ക്! രഥം നിർത്താൻ ആവശ്യപ്പെട്ടു. ഞാൻ സൈരന്ധ്രിയായി നിന്നുകൊള്ളാമെന്ന് ദ്രൗപദി പറഞ്ഞു. അത് വേണ്ട, നിന്നെ രാജാവ് കണ്ടാൽ പോലും കാമിക്കും. അപ്പോൾ ദ്രൗപദി പറഞ്ഞു: എനിക്ക് 5 ഗന്ധർവന്മാരെയാണ് ഭർത്താക്കന്മാരായി കിട്ടിയിട്ടുള്ളത്. അവർ എൻ്റെ ചുറ്റും ഉണ്ട്. കണ്ണുകൾ, ചുവന്ന ചുണ്ട്, ശംഖു പോലെയുള്ള കഴുത്ത്, അമ്പിളി പോലെ അഴകേറിയ മുഖം, ആകെ കൂടി നോക്കിയാൽ ലക്ഷ്മി തന്നെയായിരുന്നു ദ്രൗപദി. അങ്ങനെ രാജ്ഞി ദ്രൗപദിയെ സ്വഗൃഹത്തിൽ താമസിപ്പിച്ചു.
പിന്നീട് സഹദേവന്റെ ഊഴമാണ്. അരിഷ്ടനേമി എന്നു പേരുള്ള വൈശ്യനാണ് താനെന്നും പണ്ട് പാണ്ഡവരുടെ പശുക്കളെ രക്ഷിക്കുകയായിരുന്നു പണിയെന്നും പറഞ്ഞു. അങ്ങനെ സഹദേവനും കൊട്ടാരത്തിൽ പണി കിട്ടി. പിന്നീട് അർജുനന്റെ ഊഴമാണ്. സ്ത്രീകളെ പോലെ ആടെ ആഭരണങ്ങളെ കണിഞ്ഞുകൊണ്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ രാജസന്നിധിയിലെത്തി. വീരനായ അർജുനൻ ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തി: രാജാവേ, ഞാനൊരു ഷണ്ടനാണ്. എന്റെ പേര് ബൃഹന്നള എന്നാണ്. നൃത്തമാടും വാദ്യോപകരണങ്ങൾ വായിക്കും. നൃത്തകലയിലും സംഗീതത്തിലും നിപുണനാണ് ഞാൻ. ഉത്തരയെ കലാവിദ്യകൾ പഠിപ്പിക്കാൻ അങ്ങനെ നിയമിക്കുക. ഞാൻ രാജ്ഞിയുടെ മുൻപിൽ നൃത്തമാടാം. അങ്ങനെ രാജകുമാരിയായ ഉത്തരയെ നൃത്തം പഠിപ്പിക്കാൻ ബൃഹന്നളയെ രാജാവ് ഏൽപ്പിച്ചു. ഒപ്പം കുറെ ദാസിമാരും നൃത്തം പഠിപ്പിക്കാൻ അർജുനന്റെ അടുത്തേക്ക് വന്നു. പിന്നീട് നകുലന്റെ ഊഴമാണ്. കുതിരക്കാരന്റെ വേഷത്തിൽ ലയത്തിന് ചുറ്റും നടന്നിട്ട് നകുലൻ രാജസഭയിൽ വന്നു പറഞ്ഞു: മഹാരാജാവെ, കുതിരകളെ പഴക്കുന്ന കാര്യത്തിൽ നിപുണനാണ് ഞാൻ. ഈ സാമർഥ്യം കൊണ്ട് വലിയ വലിയ രാജാക്കന്മാരുടെ ആദരവ് നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള കുതിരകളെ പരിശീലിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ യുധിഷ്ഠിര മഹാരാജാവിന്റെ സന്നിധിയിൽ തന്നെ ആയിരുന്നു. അവിടെ കുതിരകളെയൊക്കെ ചട്ടം പഠിപ്പിക്കലായിരുന്നു എന്റെ പണി. എന്നെ ഗ്രന്ഥികൻ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ നകുലനും വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ പണി കിട്ടി. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്ത് ജീമൂതൻ എന്ന മല്ലന്റെ കഥയുമായിട്ടാണ് വരുന്നത്. വിരാട പർവ്വത്തിൽ വളരെ രസകരമായ മുഹൂർത്തങ്ങളാണ് കടന്നു പോകുന്നത്. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യാനും മറക്കരുതേ.